ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഇന്നത്തെ യാത്ര ടൂറിസ്റ്റ് പാരഡൈസ് എന്നറിയപ്പെടുന്ന ഗോവയിലേക്കാണ്. ഗോവ പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഗോവയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കാണുക. ഒരു 3 days 2 nights ഗോവ ട്രിപ്പ് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയിട്ട് വരാം എന്ന് നോക്കിയാലോ? കൂടുതൽ വിശേഷങ്ങൾ കാണുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അങ്ങനെ ട്രെയിന് കയറി. AC ആയതുകൊണ്ട് ചൂടുണ്ടായില്ല. നല്ല കാഴ്ചകളൊക്കെ കണ്ട് പാട്ടും ഡാൻസും ഒക്കെ ആയി ടൈം പോയി തന്നെ അറിഞ്ഞില്ല. ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ട്രെയിനിലെ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. കിട്ടിയ ട്രെയിനിലെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അങ്ങനെ പോയി. സോ നിങ്ങൾ കുറച്ച് നേരത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മോർണിംഗ് ഗോവ റീച്ച് ആവുന്നത് പോലെയുള്ള ട്രെയിൻ ബുക്ക് ചെയ്യുക. അതേപോലെ ലാസ്റ്റ് ഡേ നൈറ്റ് റിട്ടേൺ പോകുന്നത് പോലെ പ്ലാൻ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് 3 days കംപ്ലീറ്റ് ആയിട്ട് ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ പുലർച്ചെ 1 മണിക്കാണ് മഡ്ഗൗൺ എത്തിയത്. ഞങ്ങൾ എപ്പോഴും പാക്കേജ് ഒന്നും എടുക്കാണ്ടാണ് ട്രിപ്പ് പോവാറ്. പക്ഷേ ഇതൊരു 15 members ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ പാക്കേജ് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. നിങ്ങൾ കപ്പിൾസ് ഓഫ് ഫ്രണ്ട്സ് ആയിട്ട് പോവുകയാണെങ്കിൽ പാക്കേജ് എടുക്കാണ്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം. ട്രാവലറാണ് പാക്കേജുകാർ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡ്രൈവർ നമുക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഗോവ ഈസ് ഡിവൈഡഡ് ഇൻടു 2, സൗത്ത് ഗോവ ആൻഡ് നോർത്ത് ഗോവ. നമ്മുടെ ഫസ്റ്റ് 2 days നോർത്ത് ഗോവയിലായിരിക്കും. ലാസ്റ്റ് ഡേ ആണ് നമ്മൾ സൗത്ത് ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നിന്ന് നമ്മുടെ റൂമിലേക്ക് ഒരു 2 hours സമയം എടുക്കുന്നുണ്ട്. ബാഗ ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് റൂം തന്നിരിക്കുന്നത്. അവിടെ നിന്ന് നടക്കാനുള്ള ഡിസ്റ്റൻസ് മാത്രമേ ബീച്ചിലേക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നമുക്ക് പോയി നോക്കാം. ലെഫ്റ്റ് സൈഡ് അങ്ങ് ദൂരെ കാണുന്നതാണ് കസീനോ. ഫൈനലി നമ്മൾ ഹോട്ടൽ റീച്ച് ആവാറായി. ഇപ്പോൾ സമയം 3 മണി. എന്നിട്ടും ഇവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ കാണാം. ഇവിടെ നിന്ന് ബാഗ ബീച്ചിന് 400 meters മാത്രമേ നടക്കാനുള്ളൂ എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. നമുക്ക് നാളെ പോയി നോക്കാം. ഒരു 10 മണി ആയപ്പോഴേക്കും ഡ്രൈവർ താഴെ എത്തിയിരുന്നു. നമ്മൾ ഇന്ന് പോകുന്നത് കുറച്ച് ബീച്ചസ് അതേപോലെ 1-2 ഫോർട്ടിലേക്കുമാണ്. ഫസ്റ്റ് നമ്മളിന്ന് പോകുന്നത് അഗോഡ ഫോർട്ടിലേക്കാണ്. ഈ വെയിലത്ത് ഫോർട്ടിൽ പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല, പക്ഷെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോർട്ടിലേക്ക് തന്നെ ആദ്യം പോവാമെന്ന് കരുതി. നമ്മളിപ്പോൾ നിൽക്കുന്നത് അഗോഡ ഫോർട്ടിലാണ്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത് പെർ പേഴ്സണ് 25 rupees ആണ്. പോർച്ചുഗീസുകാർ 16th century പണിതൊരു മനോഹരമായ ഫോർട്ടാണ് അഗോഡ ഫോർട്ട്. ഡച്ചുകാരിൽ നിന്നും മറാഠീസിൽ നിന്നൊക്കെ പോർച്ചുഗീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പണിത ഒരു ഫോർട്ടാണ് ഇത്. അഗോഡ എന്നത് പോർച്ചുഗീസ് വേർഡാണ്. അതിൻ്റെ മീനിങ് വരുന്നത് ഫ്രഷ് വാട്ടർ എന്നാണ്. കളറിൽ കാണുന്ന റെക്ടാങ്കുലർ വാട്ടർ ടാങ്ക് പോർച്ചുഗീസുകാർ പണ്ട് പണിതൊരു വാട്ടർ ടാങ്കാണ്. ഏകദേശം 80 lakh liters ഓഫ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ആണ് ആ ടാങ്കിനുള്ളത്.
ഗോവയിൽ കൂടെ പോകുന്ന ഷിപ്സിനൊക്കെ ഫ്രഷ് വാട്ടർ ഫിൽ ചെയ്യാൻ വേണ്ടിയാണ് അവരിത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ റീസൺ കൊണ്ടാണ് പോർച്ചുഗീസുകാർ ഈ ഫോർട്ടിന് അഗോഡ എന്ന പേര് വെച്ചത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സിംഗേറിയം ബീച്ചിലേക്കാണ്. പാർക്കിങ്ങിൻ്റെ അവിടെ ഡ്രൈവർ നമ്മളെ ഇറക്കി വിട്ടു. സോ നമുക്കിന്നൊരു 100 മീറ്റേഴ്സ് നടക്കാനുണ്ട് ബീച്ചിലേക്ക് എത്താനായിട്ട്. നടന്ന് നമ്മൾ ബീച്ചിലെത്തി ഗൈസ്. ബീച്ചിടെ നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ബീച്ചിലേക്ക് പോകണമെങ്കിൽ സൈഡിൽ സ്റ്റെപ്സ് ഉണ്ട്. പക്ഷേ ഈ നട്ടുച്ചയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യാനാ, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ചപ്പോറോ ഫോർട്ടിലേക്കാണ്. പോകുന്ന വഴിക്ക് കുറേ ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് കണ്ടായിരുന്നു. 1-2 സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോൾ ഫിക്സഡ് റേറ്റ് ആണ്, ബാർഗൈനിങ് ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. സോ ഞങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തില്ല. ചപ്പോറോ ഫോർട്ടിലേക്ക് എൻട്രി ഫീസ് ഒന്നുമില്ല. ബട്ട് ഈ വെയിലത്ത് സ്റ്റെപ്സ് കയറി മുകളിൽ പോകുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആണ്. ഇവിടേക്ക് ഈവനിങ് ടൈം വരുന്നതായിരിക്കും ഉചിതം. ഇവിടെ നിന്ന് വഗേറ്റർ ബീച്ചിൽ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ കുറേ മൂവീസൊക്കെ ഷൂട്ട് ചെയ്ത പ്ലേസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോസ് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വഗേറ്റർ ബീച്ചിലാണ്. രാവിലെ മുതൽ നടന്ന് നല്ല ടയേർഡാണ്. ഇനി റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷ് ആവണം.
നൈറ്റ് ഡിന്നറൊക്കെ കഴിച്ച ശേഷം ബാഗ ബീച്ചിലേക്ക് ഇറങ്ങുന്നുണ്ട്. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.